السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാർ, പ്രവാസ ലോകങ്ങളിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നാടുകളിൽ മറുനാടുകളിൽ ജീവിതം ആയിഷത്ത് തേടാൻ വേണ്ടി പോയവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിന്റെ പുണ്യകരമായ ദിവസങ്ങൾ ഇനി കടന്നു വരാനിരിക്കുകയാണ്. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള പുണ്യ ദിവസം. പാപമോചനത്തിന്റെ 10 നമ്മളിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ സലാം പറയുക. ഈ പുണ്യ ദിവസങ്ങൾ വരുമ്പോഴും ഈ വിശുദ്ധമായ റമളാനിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ നിന്ന് അകലുകയാണ്. നല്ലതിനോടുള്ള അകൽച്ച വരികയാണ്. അങ്ങാടികളും തെരുവുകളുമായി മാറിപ്പോകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മളെ മനസ്സ് കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഓഫറായി തന്നതാണ് വിശുദ്ധമായ റമളാൻ. ആ റമളാനിൽ പുണ്യങ്ങൾ ചെയ്ത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരായി നമ്മൾ മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമളാനിൽ ഇതിന്റെ സമാപനം നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തു അല്ലാഹ്, ഞാൻ ഒരുപാട് ദുആ ചെയ്തു അല്ലാഹ്, ഞാൻ ഒരുപാട് വിശുദ്ധ ഖുർആൻ ഓതി അല്ലാഹ്. ഈ വിശുദ്ധമായ ദിവസങ്ങളിൽ ഏറ്റവും നല്ലത് സുബഹിയുടെ മുമ്പ്, അതുപോലെ സുബഹിയുടെ ശേഷം ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരുപാട് ഖുർആൻ ഓതാൻ നമ്മൾ തയ്യാറാവണം. ഇതെല്ലാം പടച്ച റബ്ബിനോട് നമ്മൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് 27ാം രാവിൽ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രതീക്ഷയില്ല. നാളെ സൂര്യൻ അസ്തമിക്കുമോ, നാളെ സൂര്യൻ ഉദിക്കുമോ എന്ന് പ്രതീക്ഷയില്ലാത്തവരാണ് നമുക്ക്. ഏത് സമയത്താണ് നമ്മളെ മരണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഈ ഭൂമി ലോകത്ത് മരിക്കാതെ ഒരാൾ ജീവിക്കുമെങ്കിൽ വലൗ കാനത്തി ദുനിയ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഹല്ലദ. ഈ ലോകത്ത് മരിക്കാതെ ഒരാൾ ജീവിക്കുമായിരുന്നുവെങ്കിൽ അത് ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു ആമിന ബീവിയുടെ മടിത്തട്ടിൽ വളർന്ന ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിനെയും അസ്റായീൽ കൊണ്ടുപോയി. നമുക്കുമുണ്ട് ഒരു യാത്ര. ഈടടുത്ത് ഒരു യൂട്യൂബ് ബ്ലോഗർ മരണപ്പെട്ടു പോയി. അവർക്കറിയില്ല ആ ബൈക്ക് എടുത്തിട്ട് ഷാട്ടാക്കിയിട്ട് പോകുമ്പോൾ ഇതിന്റെ അവസാനത്തെ യാത്രയാണെന്ന് അവർ ചിന്തിച്ചില്ല. നേരം പുലർന്നാൽ ദറസ്, രാത്രിയായി കഴിഞ്ഞാൽ പ്രഭാഷണ വേദികളിൽ തിളങ്ങി നിന്ന ഒരു പ്രഭാഷകൻ. ആ പ്രഭാഷകൻ തന്റെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട വാഹനത്തിന്റെ പുറകിൽ ആ ചെറിയ കുട്ടി തന്റെ കൈ കൊണ്ട് എഴുതി വെച്ച് മരിച്ചു. അത് വായിക്കുന്നവന്റെ മനസ്സ് പിടയും. പടച്ച റബ്ബേ,
അല്ലാഹുവേ ആ ഉസ്താദ് മസ്ഊദ് സഖാഫി ഗുഡല്ലൂർ അല്ലാഹുവിന്റെ ഖബറിടം സ്വർഗ്ഗ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കുമുണ്ടൊരു ദിവസം. ഏത് സമയത്താണ്, എപ്പോഴാണ്, ഏത് രാത്രിയിലാണ്, ഏത് രാവിലെയാണ്, ഏത് മണിക്കൂറുകളിലാണ്, ഏത് സെക്കൻഡുകളാണ്, ഏത് മാസത്തിലാണ്, ഏത് ടൈമിലാണെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നാൽ നമ്മളൊക്കെ പോവേണ്ടവരാണ്. പോകുന്ന സമയത്ത് ആഖിബത്ത് നന്നായി, ഈമാൻ സലാമത്തിലായി, സന്തോഷത്തോടുകൂടെ മൗത്താവാനുള്ള പണിയാണ് ഈ വിശുദ്ധമായ റമളാനിൽ നാം ചെയ്യേണ്ടത്. നമ്മുടെ ഇബാദത്ത് ആർക്കും കൊടുത്തുകൂടാ. നമ്മളെ ഇബാദത്ത് നമ്മളെ അക്കൗണ്ടുകളിൽ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്നത്, മരിക്കുന്നതിന്റെ മുമ്പ് അമലിന്റെ ഭാണ്ഡം നിറക്കണം. നമ്മളൊക്കെ അമലിന്റെ ഭാണ്ഡം നിറക്കണം. ഒരു നിമിഷം പോലും അല്ലാഹു നമ്മളെ പിന്തിക്കില്ല. ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് എല്ലാം നിറച്ച് സന്തോഷത്തോടുകൂടെ പോവാനുള്ള പണിയാണ് നാം ഒക്കെ ചെയ്യേണ്ടത്. വിശാലമായ പള്ളിപ്പറമ്പ്, ആ പള്ളിപ്പറമ്പിലുള്ളവരൊക്കെ ആഗ്രഹിച്ചത്, പടച്ചവനെ ഒരു മണിക്കൂർ സമയം, ഒരു അരമണിക്കൂർ സമയം ഞങ്ങളൊന്ന് പിന്തിച്ചിട്ട് തന്നാൽ ഞങ്ങൾ ഇബാദത്ത് എടുത്തുകൊള്ളാം, സ്വതക്ക ചെയ്തുകൊള്ളാം, ഇനിയും ഒരുപാട് നന്മകൾ ചെയ്തുകൊള്ളാം. അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബിന്റെ ആഖിറ ലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിന്റെ ഓരോരോ ദർജ ആഗ്രഹിച്ച് കിടന്നുറങ്ങുന്നവർ, അല്ലാഹുവേ പടച്ച റബ്ബേ, സന്തോഷത്തോടുകൂടെ നാളെ സ്വർഗം കിട്ടാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമളാനിൽ പട്ടിണി കിടക്കുകയാണ് ചില ആളുകൾ ചെയ്യുന്നത്. കാരണം പ്രതിഫലമില്ലാതെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്. അവരെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നോമ്പുകാരാണ്, എല്ലാരിടത്തും നമ്മൾ നോമ്പുകാരാണ്. നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ അത്താഴത്തിന് എണീറ്റ് നമ്മൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പുകാരാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ ഓതുന്നു, നല്ല തലയിൽ തൊപ്പിയിട്ട് അല്ലെങ്കിൽ മൊക്കന ധരിച്ച് നിസ്കാരപ്പായിൽ നിന്നിട്ട് വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുകയാണ്. ളുഹ്റും അസ്റും കഴിഞ്ഞ് മഗ്രിബിന് നോമ്പ് നമ്മൾ പറക്കുകയാണ്. എന്നാൽ പടച്ച റബ്ബിന്റെ അടുത്ത് പ്രതിഫലമില്ല. അങ്ങനെയുള്ള ചില മനുഷ്യന്മാരെ, ചില ഉമ്മമാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. നോമ്പുണ്ട്, പ്രതിഫലമില്ല. ആ വിഭാഗമാരാണ്. ഒരു 4-5 ആളുകളുടെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട. അവർ നാട്ടുകാരെടുത്ത് നോമ്പാണ്, വീട്ടുകാരെടുത്ത് നോമ്പാണ്, മക്കളെടുത്ത് നോമ്പാണ്. എന്നാൽ ആ നോമ്പുകാരന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കാത്ത വിഭാഗമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സ്വാദിഖുൽ മസ്തൂഖായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയോ? ഒന്നാമത്തെ വിഭാഗമാരാണ്? ഒന്നാമത്തെ വിഭാഗം കള്ളം പറയുന്നവരാണ്. നുണ പറയാ. വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ടാവും. കളവ് പറയുക, വിശുദ്ധമായ റമളാനാണ് നോ എന്ന് പറയാൻ, റമളാനാണ് എന്നുള്ള ചിന്ത. അപ്പൊ റമളാൻ എല്ലാ സമയത്തും കളവ് പറയാൻ പറ്റുമോ? ഇല്ല. റമളാനിൽ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു വിഷയം. റമളാനാണ് നോ, ഞാനത് പറയില്ല. എവിടെയും നമ്മൾ സത്യം പറയണം. കളവ് പറഞ്ഞു പോയാൽ നമ്മളെ നോമ്പിന്റെ കൂലി അല്ലാഹു എടുത്തു കളയുന്നു. രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ടവരെ,
രണ്ടാമതായി പറയുന്നത് ഗീബത്തും നമീമത്തും പറയാം. എന്തിനാണ് നമ്മുടെ പ്രതിഫലം മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്നത്? കഷ്ടപ്പെടുന്ന നോമ്പിന് അല്ലാഹു പ്രതിഫലം തരില്ല. ഗീബത്ത് പറഞ്ഞു പോവരുത്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഗീബത്ത് പറയാ, പച്ചറച്ചി ഇങ്ങനെ തിന്ന നോമ്പുകാരനാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങണന്നെ കുറ്റം പറയാനാണ്. അസറിന്റെ ശേഷം സമയം പോകാൻ വേണ്ടിയിട്ട് തറവാട്ടിൽ ഇങ്ങനെ പോയി, അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ പോയി, അവരെല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരുന്നിട്ട് സമയം പോകാനാണ് പേര്. സമയം പോകാൻ വിശുദ്ധ ഖുർആനില്ലേ ഓതിക്കൂടെ? ദിക്റില്ലേ ഓതിക്കൂടെ? ഒരുപാട് ദിക്റുകൾ ചൊല്ലിത്തീർത്തൂടെ? ആ ഒരു സമയം പോക്കെന്തിനാണ്? സമയം പോകാൻ വേണ്ടിയിട്ട് വിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യേണ്ടത് ഗെയിമുകളിയല്ല, TV കാണലല്ല, മൊബൈൽ നോക്കാനല്ല, യൂട്യൂബ് കാണലല്ല. സമയം പോകാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ ഓതലാ. ഒരുപാട് തമാശകളുടെ വീഡിയോസ് ഇറങ്ങുന്നൊരു കാലഘട്ടം. സമയം പോകാനാണത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം, സമയം പോവാനല്ല. മൂന്നാമതായി ചെയ്യേണ്ടത്, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ എന്തിനാണ് 1, 2, 3 നമ്മൾ ഖുർആൻ ഓതണം, ഖുർആൻ ഓതണം, ഖുർആൻ ഓതണം, ദിക്റുകൾ ചൊല്ലണം. ഖുർആൻ ഓതിയാൽ തന്നെ നമ്മുടെ മനസ്സ് ഇങ്ങനെ ശുദ്ധമാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏഷണി പറയാൻ പാടില്ല. കണ്ടജ് അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ, എന്നിട്ട് ഇപ്പന്റെ ഒരു വിശദീകരണം. അല്ലോ, അതിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദം എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതിന്റെ അവതരണം ആ മറിയാം ഇങ്ങോട്ട് അവതരിപ്പിച്ചാലുണ്ടല്ലോ, ആ ഫാത്തിമ ഇങ്ങോട്ട് അവതരിപ്പിച്ചാലുണ്ടല്ലോ, അതിൽ പലതും ഇങ്ങനെ കടന്നുകൂടും. വിശുദ്ധമായ റമളാനാണ്. നമ്മുടെ നാവില് നോമ്പാണ്, ഹൃദയത്തിൽ നോമ്പാണ്, വയറ്റിൽ നോമ്പാണ്, ചിന്തയിൽ നോമ്പാണ്, കയ്യിൽ നോമ്പാണ്, കാലിൽ നോമ്പാണ്, കണ്ണിൽ നോമ്പാണ്. അതുപോലെ കള്ളസത്യം പറയാം. വിശുദ്ധമായ റമളാൻ സൂക്ഷിക്കണം. അതുപോലെ വികാരമായ നോട്ടങ്ങളും ഹറാമായ നോട്ടങ്ങൾ നമ്മുടെ അടുത്തുണ്ടായാൽ അതിന്റെ പ്രതിഫലം, നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു എടുത്ത് കളയുന്നു. വെറുതെ പട്ടിണി എടുക്കുക. മൊബൈൽ ഇങ്ങനെ കാണുക, ഹറാമ് കാണുക, ഹറാമ് കാണുക, സിനിമ കാണുക, വേണ്ടാത്ത വീഡിയോസ് കാണുക. ഇതൊക്കെ നമ്മൾ ചെയ്തു പോയാൽ അല്ലാഹുവിന്റെ അടുത്തൊന്നും പ്രതിഫലമില്ല. നമ്മളെ കണ്ണ് നോമ്പ് നോൽക്കണം, നമ്മളെ കണ്ണ് നോമ്പ് നോൽക്കണം, നമ്മുടെ ഹൃദയം നോമ്പ് നോൽക്കണം, നമ്മുടെ കൈ നോമ്പ് നോൽക്കണം, നമ്മുടെ കാല് നോമ്പ് നോൽക്കണം. അങ്ങനെ നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ചെയ്ത പ്രതിഫലം മറ്റുള്ളവർക്ക് കൊണ്ടുപോയി നമ്മൾ കൊടുക്കാൻ പാടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് വെറുതെ ആവരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ റമളാനായ ഓഫർ മുതലാക്കിക്കൊണ്ട് റമളാനങ്ങ് പിരിയുമ്പോൾ, റമളാനങ്ങ് സലാം പറയുമ്പോൾ, പാപമോചനത്തിന്റെ 10 സലാം പറഞ്ഞ് കടന്നു പോകുമ്പോൾ എന്റെ പാപങ്ങളൊന്ന് പുറത്തു തരണേ എന്നൊറ്റക്കിരുന്നിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹുവിനോട് മനസ്സിരുത്തിയിട്ട് കരങ്ങളിങ്ങനെ പിടിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. കരങ്ങളിങ്ങനെ പിടിച്ചിട്ട് പടച്ച റബ്ബിനോടൊന്ന് പറയണേ, അല്ലാഹ്, ഞാൻ എന്റെ വല്ലായ്മയിൽ അറിയാത്ത കാലത്ത് ഞാൻ എന്റെ സാഹചര്യങ്ങളിൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. അല്ലാഹ്, എനിക്കൊന്ന് മാപ്പാക്കണേ റബ്ബേ. അറിവില്ലായ്മ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. അല്ലാഹ്, നീ ഒന്ന് പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് പറയണം. 100 മനുഷ്യനെ കൊന്നവർക്ക് പോലും പൊരുത്തപ്പെട്ടു കൊടുത്ത അല്ലാഹുവിനോട് നമ്മൾ സങ്കടങ്ങൾ പറയാം. നമ്മളൊന്ന് ഇരുന്നിട്ട് പൊട്ടിക്കരയ. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട്
ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിലേക്ക് കടന്നു വരണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മുതലാക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا رزاق يا الله يا فتاه يا الله يا باسط يا الله يا رافع يا الله يا ذا الجلال والإكرام يا الله يا ودود يا ودود يا ودود يا ودود يا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير لا حول ولا قوة إلا بالله العلي العظيم أرحم الراحمين يا راجات راجنا يا ملك الجبار يا مالك الملوك يا الله ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റ് ചെയ്തവരാണ് റബ്ബേ, നീ പുറത്തു തരണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഖൽബിൽ ഈമാൻ നൽകണം അല്ലാഹ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം നിശ്ചലമാകുമ്പോൾ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തിക്കെടുത്തി താടി തലയിലേക്കങ്ങ് വലിച്ചു കെട്ടി മൂക്കിലങ്ങ് പഞ്ഞി വെച്ച് തണ്ടാവിരൽ കൂട്ടിക്കെട്ടപ്പെട്ട് വയറു വീർത്ത് പൊട്ടിയൊലിക്കാതിരിക്കാൻ വയറ്റിൽ കനമുള്ളത് വെക്കുന്നൊരു സമയം നമുക്ക് വരാറുണ്ട് അല്ലാഹ്. സമയത്ത് ഞങ്ങളെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ്. ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ്. ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ സകനാത്ത് ഹറക്കാത്ത് അഫ്ആല് അഖ്വാലുകളിൽ മഹാന്മാരെ തണലേകണം അല്ലാഹ്, കാവലേകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ മുറാദ് ഒത്തിരിയുണ്ട്, ഹാസിലാക്കണം അല്ലാഹ്. വിഷമങ്ങൾ ധാരാളമുണ്ട്, തീർത്തു തരണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. ഈ കരങ്ങളെ വെറുതെയാക്കല്ലേ അല്ലാഹ്, ഖൈബാക്കല്ലേ അല്ലാഹ്. വിശിഷ്യ ദിവസങ്ങളിൽ നിന്നോട് ഞങ്ങൾ തേടുന്നു അല്ലാഹ്. ഞങ്ങൾ നോറ്റ റമളാനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ഇബാദത്ത് ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ഖുർആനോത്തുകൾ, നിസ്കാരങ്ങൾ, തറാവീകൾ, സ്വദഖകളെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ വിശുദ്ധമായ റമളാനിൽ അല്ലാഹുവിന്റെ ഭവനത്തിലിരുന്ന് ഞങ്ങൾ നടത്തിയ പ്രാർത്ഥന നീ സ്വീകരിക്കണം അല്ലാഹ്. വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉമ്മമാര് നടത്തിയ പ്രാർത്ഥന ഖബൂലാക്കണം അല്ലാഹ്. എന്റെ ദുആക്ക് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലാഹ്. ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലാഹ്. ഒരുപാട് മക്കളുണ്ട് അല്ലാഹ്. എൻ്റെ അടുത്ത് ഓതി പഠിക്കുന്ന മക്കളുണ്ട് അല്ലാഹ്. ഓതി പഠിച്ച് ഇന്ന് പല മഹല്ലുകളിലും സേവനം ചെയ്യുന്ന പ്രഗത്ഭരായ ആലിമീങ്ങളുണ്ട് അല്ലാഹ്. അവരെ മാതാപിതാക്കളുണ്ട് അല്ലാഹ്. പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ, ഇന്നും ഭക്ഷണം കൊടുക്കുന്നവര്, സഹായിക്കുന്നവര് നാട്ടിലുണ്ട്, പ്രവാസ ലോകത്തുണ്ട് അല്ലാഹ്. അവരെ നീ സഹായിക്കണം അല്ലാഹ്. റദ്ദുൽ ബലായിൽ പെടുത്തണം അല്ലാഹ്. ഒരുപാട് പ്രവാസികൾ റബ്ബേ പല നാടുകളിലുമുള്ളവര് അല്ലാഹ് ഞങ്ങളെ മക്കളെ സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. പടച്ചവനെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് അല്ലാഹ്. അവിടെ നടക്കുന്ന സ്ഥാപനത്തെ
മാറ്റുന്നവരുണ്ട് അല്ലാഹ്. ജമലുൽ ലൈലി ദർസ് നെഞ്ചോട് ചേർത്തവരുണ്ട് അല്ലാഹ്. പടച്ചവനെ അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും തട്ടി മാറ്റണം അല്ലാഹ്. ഖൈറിന്റെ വഴി നീ തുറന്നിട്ട് കൊടുക്കണം അല്ലാഹ്. അപകട മരണങ്ങളിൽ അവരെയും ഞങ്ങളെയും പെടുത്തല്ലേ അല്ലാഹ്. മാരകമായ രോഗം കൊടുത്ത് തളർത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ അല്ലാഹ്. ഒരുപാട് രോഗികൾ റബ്ബേ ആമീൻ പറയുന്നു അല്ലാഹ്. രോഗം നീ പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാഹ്. കാല് വേദനയുള്ളവരുണ്ട്, കാലിന്റെ മുട്ടുവേദനയുള്ളവരുണ്ട്, ഊരന്റെ ഡിസ്കിന് തകരാറുള്ളവരുണ്ട്, മൈഗ്രെയിൻ പോലുള്ള തലവേദനയുള്ളവരുണ്ട്, കണ്ണിന്റെ കാഴ്ച മങ്ങി വരുന്നവരുണ്ട്, കേൾവി കുറഞ്ഞു വരുന്നവരുണ്ട്, സംസാരത്തിന് വൈകല്യമുള്ളവരുണ്ട്, നെഞ്ഞുവേദന മിരിച്ചിലും പുകച്ചിലുമുള്ളവരുണ്ട്, അടിവയറ് വേദനയുള്ളവരുണ്ട്, ശ്വാസം മുട്ടലുകളുണ്ട്, അലർജിന്റെ തകരാറുണ്ട്, തൈറോയിഡിന്റെ വിഷമങ്ങളുണ്ട്, ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം അല്ലാഹ്. നീ ശിഫ നൽകണം അല്ലാഹ്. പടച്ചവനെ ഹോർമോണിന്റെ തകരാറുണ്ട്, പൊട്ടാസ്യത്തിന്റെ വിഷമങ്ങളുണ്ട്, സോഡിയത്തിന്റെ വിഷമങ്ങളുണ്ട് അല്ലാഹ്, ക്രിയാറ്റിന്റെ വിഷമങ്ങളുള്ളവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണം അല്ലാഹ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്. പടച്ചവനെ നീ ശിഫ നൽകണം അല്ലാഹ്. മാനസിക വിഭ്രാന്തിയുള്ളവരുണ്ട്, നീ ശിഫ നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഒരുപാട് ഉമ്മമാരാമീൻ പറയുന്നു അല്ലാഹ്. ഒരു ഉമ്മാക്കും സ്തനർബുദം നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ സ്തനഭാഗത്ത് കുരുവന്ന് പൊട്ടി ഒലിച്ച് മുറിച്ച് മാറ്റുന്ന അവസ്ഥ ഒരു ഉമ്മാക്കും നൽകല്ലേ അല്ലാഹ്. ഗർഭപാത്രത്തിൽ മുഴ നൽകല്ലേ അല്ലാഹ്. അത് മാറ്റിയപ്പെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ മാറാത്ത ചൊറി നൽകല്ലേ അല്ലാഹ്. അവസ്മാര രോഗം തരല്ലേ അല്ലാഹ്. മഞ്ഞപ്പിത്ത രോഗം തരല്ലേ അല്ലാഹ്. പടച്ചവനെ മാരകമായ രോഗം തരല്ലേ അല്ലാഹ്. കോമൺ സ്റ്റേജിലാകുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ്. വെന്റിലേറ്ററിലാകുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ്. ആംബുലൻസിൽ ഞങ്ങളെ ശരീരം മിന്നൽ വേഗതയിൽ പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ആഫിയത്ത് നൽകണം അല്ലാഹ്. ആരോഗ്യം നൽകണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ കുഴക്കല്ലേ അല്ലാഹ്. മാനം കെടുത്തല്ലേ അല്ലാഹ്. വഷളാക്കല്ലേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടുകൂടെ മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഈ റമളാൻ ഖൈറിൽ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ പെടുത്തണം അല്ലാഹ്. പടച്ചവനെ ഒരുപാട് മുറാദുണ്ട്, ഹസ്ലാക്കണം അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. പടച്ചവനെ വീടില്ലാത്തവരുണ്ട്, വീട് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് കടമുള്ളവരുണ്ട്, തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാഹ്. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്, ലാഹികായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് അല്ലാഹ് പ്രവാസികളുണ്ട്, അല്ലാഹ് ബർക്കത്ത് നൽകണം അല്ലാഹ്. തങ്ങളെ ശരിയായിട്ടില്ല, തനാസുൽ മാറി കിട്ടിയിട്ടില്ല, വിഷമങ്ങളാണ്, ജോലിയിൽ ബർക്കത്ത് കിട്ടുന്നില്ല. അല്ലാഹ് ഖൈർ നൽകണം അല്ലാഹ്. ബർക്കത്ത് നൽകണം അല്ലാഹ്. കടലാസുകൾ ശരിപ്പെടുത്തി കൊടുക്കണം അല്ലാഹ്. നാട്ടിലുണ്ട്, മറുനാടുകളിലുണ്ട്, റബ്ബേ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഞങ്ങളെ കാത്തോളണം അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ തൃപ്തിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് മദീനയൊന്ന് കാണാൻ പാപം പതിഞ്ഞ പാദം ത്വാഫിൽ നിർത്തി ഇരുകരങ്ങളും ആകാശത്തേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണിറയെ കഅബ കണ്ട് ദുഃഖദോഷ ഭാണ്ഡഭാരക്കെട്ടുകൾ കഅബാലയത്തിന്റെ തിരുമുറ്റത്തിറക്കി വെച്ച് ഉമ്മവറ്റ കൽബോലെ മടങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. മിനയിലൊന്ന് താമസിച്ച് മുസ്ദലിഫയിലൊന്ന് രാപ്പാർത്ത് അറഫയിലൊന്ന് സംഗമിച്ച് ജംറകളൊന്നെറിഞ്ഞ്
അല്ലാഹ് തവാഫും ചെയ്ത് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മസ്ജിദുൻ നബവിയിലൂടെ കടന്നു ചെന്ന് പച്ചക്കുമ്പന്റെ ചാരത്ത് ചെന്ന് ഹബീബിനോട് സലാം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്, തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. പടച്ചവനെ മരണസമയം നിന്റെ തൃപ്തിയിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ കടന്നു വരുന്ന അസ്റായീൽ ഞങ്ങളെ റൂഹിനങ്ങ് പിടിച്ചു പോയാൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു റബ്ബേ. ഞങ്ങളെ കുളിപ്പിക്കുമല്ലോ, ഞങ്ങളെ കഫൻ പുടയിൽ പൊതിയുമല്ലോ, വീട്ടിന്റെ ഉമ്മറത്ത് ഞങ്ങളെ വെക്കുമല്ലോ. എല്ലാവരും ചുമന്ന വഴിയോരങ്ങളിലൂടെ ഏറ്റിക്കൊണ്ടുപോകുമ്പോ ഖദ്ദിമൂനി 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 എന്ന് പറയുന്ന ജനാസയാക്കണം അല്ലാഹ്. പടച്ചവനെ പള്ളിയുടെ മിഹ്റാബിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുമ്പോ ആലിമീങ്ങളെ ആബിദീങ്ങളെ ആരിഫീങ്ങളുടെ തക്ബീർ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. പടച്ചവനെ വിശാലമായ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഊരക്ക് മുണ്ടിട്ടുകൊണ്ട് ഖബറിലേക്ക് ഞങ്ങളെ വെച്ച് തലയിൽ കെട്ടിയ കെട്ടഴിച്ച് കവള മണ്ണിനോടങ്ങ് ചേർത്ത് വെക്കുമ്പോ പടച്ചവനെ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ മറുപടി പറയാം ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. സ്വർഗ്ഗം ഞങ്ങളുടെ ഖബറിലേക്ക് തുറന്നിട്ട് തരണം അല്ലാഹ്. നരകം ഹറാമാക്കണം അല്ലാഹ്. സിറാത്തു മിന്നൽ വേഗതയിൽ വിട്ടുകിടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് സ്വർഗ്ഗത്തിൽ കടന്ന് ലിഖാഹിനെയും ആദരവായ മുത്തുനബിയുടെ തൃക്കല്യാണവും രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ദുആനെ സ്വീകരിക്കണം അല്ലാഹ്, ഞങ്ങളെ ദുആനെ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ കേൾക്കുന്നവരെ റബ്ബേ നീ കേൾക്കണം അല്ലാഹ്, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ്. ജമലുൽ ലൈൽ ദർസിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ്. ഈ കരങ്ങളെ വെറുതെ ആക്കല്ലേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.